ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ്റെ അമ്മയുടെ മുന്നിലിരുന്ന് ഓരോന്നായിട്ട് പറയുക. അപ്പോഴും ബാലൻ്റെ ഭാഗത്താണ് അമ്മ കുറ്റം കാണുന്നത്. ഇപ്പോഴും മഹാറാണിയാണെന്ന് കരുതിയാണ് അമ്മയുടെ മകൾ നടക്കുന്നതെന്ന കാര്യം ബാലൻ ആ അമ്മയോട് പറയണു. നിന്ന് കരയും അമ്മ. വക്കീലിനെ വിളിച്ച് ബന്ധം വേർപെടുത്താനുള്ള കേസൊക്കെ ഏർപ്പാടാക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഞെട്ടി. അപ്പോഴും അമ്മ പകുതി വിവരങ്ങൾ അറിയണത് ബാലൻ പറയുമ്പോൾ. വേറെ ആരും അങ്ങനെ പറയണമെന്നില്ലല്ലോ. അവൾക്ക് കയ്യും കാലും ഒന്നും ഇല്ലെങ്കിലുവേ അവളുടെ വിവാഹമോചന കേസ് അധികം വൈകാതെ കുടുംബ കോടതിയിലെത്തും. അമ്മ അന്തം വിട്ടിരിക്കുമോ ഇത് കേട്ടിട്ട്. അല്ല, അമ്മയോട് ഇതൊന്നും ആരും പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ബാലനെ. അന്നേരവും അമ്മ തല കുനിച്ചിങ്ങനെ ഇരിക്കുക. കഷ്ടം തന്നെ. അപ്പോഴും അമ്മയ്ക്ക് മിണ്ടാട്ടം ഇല്ല. നമ്മുടെ ബാലൻ ആരാ പൊന്നുമൻ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ കയറി വരുന്നു നമ്മുടെ ശിവൻ. ബാലേന്ദ്ര എന്നും പറഞ്ഞ് വിളിച്ച്. ആ എന്താ ശിവേട്ടാ? അപ്പോൾ ഒന്ന് ചിരിച്ചു ബാലനെ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേന്ന് ചോദിക്കുമ്പം ആഹാ അല്ല, അമ്മയെ കണ്ടിട്ട് കുറേ കാലം ആയില്ലേ, കണ്ട് വിശേഷമൊക്കെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നതാ. അപ്പം നിങ്ങൾ അമ്മയൊന്നും അറിയിക്കാറില്ലേ എന്ന് ചോദിച്ചു. അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ശിവൻ ചോദിച്ചു. അതുപോരാ, കർമ്മഫലം എന്താണെന്നുള്ളത് അറിയണ്ടേന്ന് ശിവനോട് ചോദിക്കുകയാണ് നമ്മുടെ ബാലൻ. അമ്മയും മോനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരയുക. ഞാൻ ചില പഴങ്കഥകളൊക്കെ അമ്മ ഓർമ്മിപ്പിക്കായിരുന്നേ. വൈദ്യ എന്നെ ചതിച്ചതും ഇപ്പം അവൾ ഡിവോഴ്സിന് നിൽക്കുന്നതും അങ്ങനെയെല്ലാം. ശിവനും എല്ലാം പറയാനുണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഹലീന എൻ്റെ മകളല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ബാലൻ ഇങ്ങനെ പറയുമ്പം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ വാ, നമുക്ക് അപ്പുറത്ത് പോയിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അമ്മ ഒന്നും മിണ്ടാതെ തല കുനിച്ച് തന്നെ ഇങ്ങനെ ഇരിക്കുക. മുഖത്ത് പോലും നോക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ട്. അതെ, വലിയ ദണ്ണം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് പറഞ്ഞു പോയതാ കേട്ടോ എന്ന് പറഞ്ഞു ബാലൻ അമ്മയോട്. ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ നോക്കിയതായിരുന്നില്ലേ. അതാ സാരമില്ല പോട്ടെ കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോയി. ആ അമ്മ അവിടെ നിന്ന് ഉരുകി വല്ലാണ്ടായിട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ജയിലിൽ പോയി രോഹിയെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും എൻ്റെ കൂടെ നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാനും രാജീവനും കൂടി ഇന്നലെ പോയായിരുന്നു. അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല, പണിയൊന്നും എടുക്കണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് ശിവേട്ടൻ. അപ്പോൾ ശിവേട്ടൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ, ഹരി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല, ജയിലെന്തായാലും അത് ജയിൽ തന്നെയാണല്ലോ, അതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹരിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശിവേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ബാലൻ ചോദിക്കുമ്പം അതേപ്പറ്റി എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ബാല. ഈ കേസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിജീവിതയുടെ മൊഴിയാണ് പ്രധാനമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ തെളിവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ബാക്കി എല്ലാ കുറ്റകൃത്യങ്ങൾക്കും സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കമല അങ്ങോട്ടേക്ക് വന്നു ചായയായിട്ട്. ബാലനും ഉണ്ട് ചായ കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ബാലൻ. അപ്പോൾ ഒരു കപ്പ് ചായ കുടിക്കും ബാലേന്ദ്ര. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത ചായ ഞാൻ എന്തിനു കുടിക്കണം എന്ന് ബാലൻ അന്നേരം ചോദിച്ചു. ബാലേന്ദ്രന് അലീനയിട്ട ചായ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് കമല ചോദിക്കുമ്പം അലീന മാത്രമല്ല, അപ്പോൾ കൃഷ്ണയും നന്നായിട്ട് ചായ ഉണ്ടാക്കുമെന്ന് അതിനൊരു മറുപടി അങ്ങ് കൊടുത്തു. ബാലേന്ദ്ര, അതെ, നീ വെറുതെ ജയിലിലോട്ട് ചെന്നിട്ട് എന്നാ കാര്യമെന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒരു സാധ്യത അവിടെ നീ കാണുന്നുണ്ടോ രോഹിയെ കേസിൽ നിന്നും മറ്റോ രക്ഷപ്പെടുത്താനായിട്ട്? അന്നേരം ശിവേട്ട, എനിക്ക് കേസും കോടതിയൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതിൻ്റെ ആവശ്യം ഇന്ന് വരെ എനിക്ക് വന്നിട്ടുമില്ല. പറഞ്ഞ് നിൽക്കുക. അന്നേരവും കമലയെ, വക്കീലന്മാരെ പോലും എനിക്ക് നേരെ ചൊവ്വനെ പരിചയമില്ല. എന്തെങ്കിലും ഒരു ലീഗൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഗോവർദ്ധനായിരുന്നു. അപ്പോൾ പീഡനത്തിനിരയായ പെണ്ണ് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞാൽ മതി, കേസിൽ നിന്ന് രക്ഷപ്പെടാം, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അങ്ങനെ മൊഴി മാറ്റി പറയണമെന്നുണ്ടെങ്കിലേ ശക്തമായൊരു സമ്മർദ്ദം ഉണ്ടാവണം. ഒന്നെങ്കിൽ മന്ത്രി ലെവലിലുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം നമ്മുടെ ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ അലീന എന്നുള്ളൊരു പേര് കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുക. അപ്പോൾ ഇതേ അല്ലെങ്കിൽ പിന്നെ കേസ് കോടതിയിലേക്ക് വരുന്നത് വരെ നമ്മൾ ക്ഷമിക്കണം. അന്നേരത്തേക്കും എല്ലാവരും എല്ലാം മറക്കും, എല്ലാം ഒന്ന് തണുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറഞ്ഞാൽ അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം എന്നാണോ ശിവേട്ടൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് ശിവൻ അന്നേരം പറയുക. വല്ല സുനാമി പോലെ ആഞ്ഞടിച്ച പല പീഡന കേസുകളിലും അവസാനം പ്രതികൾ രക്ഷപ്പെടുന്നത് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ചില പാർട്ടിക്കാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ പീഡനക്കേസിൽ ഇരയായ സ്ത്രീകൾ പറയുന്നത് പലതും തെളിവായിട്ട് എടുക്കാറില്ലല്ലോ ശിവേട്ട. അവരെയൊന്നും അതിനാരും ശിക്ഷിക്കാറുമില്ല. അപ്പോൾ അതെന്താ അങ്ങനെ? അവരുടെ മൊഴിക്ക് എന്താ ഒരു വിലയില്ലേന്ന് ചോദിച്ചു. വിലയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ബാല, അതൊക്കെ അട്ടിമറിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ചില പീഡന കേസുകൾ
നേതാക്കന്മാർ വീട്ടിൽ വെച്ച് തീരുമാനിക്കുന്നു. വേറെ ചിലത് പാർട്ടി ഓഫീസിൽ ചർച്ച ചെയ്ത് അവർ തീരുമാനിക്കും. ഇതിൽ രണ്ടിലും ഒതുങ്ങാത്ത കേസാണെങ്കിൽ ചില പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ ചുമതല ഏൽപ്പിച്ച് അതിൽ തീരുമാനം നടത്തും. ഇനിയിപ്പോൾ അതും പറ്റിയില്ലെങ്കിൽ ചില പ്രത്യേക കോടതികളെ കേസ് ഏൽപ്പിക്കുകയും ചെയ്യും. അവിടുത്തെ ജഡ്ജി അവധിയെടുത്ത് പോകും. അങ്ങനെ പല ജഡ്ജിമാരും വന്ന് കേസ് നീണ്ടങ്ങ് പോകും. അതാ ശരിക്കും സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്രാവുകൾക്കും തിമിംഗലങ്ങൾക്കും നിയമത്തിന്റെ വല പൊട്ടിച്ച് രക്ഷപ്പെടാം എന്നല്ലേ? അതെ, അതിലാണ് നമുക്കൊരു പ്രതീക്ഷ. പണം വാരി എറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പഴുത് കിട്ടിയാലോ? അലീന ആ ശരണ്യെ കാണാൻ അവർ താമസിക്കുന്ന കോളനിയിൽ 2-3 തവണ പോയല്ലോ. അവൾ നോക്കിയാൽ ഒന്നും നടക്കത്തില്ല എന്ന് കമല ബാലനോട് ചോദിക്കുമ്പോൾ അവൾ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും വേണ്ടി പോയതാ. അത് ഞാൻ ശിവേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ. ആശ്വസിപ്പിച്ചോട്ടെ, അതിനിടയ്ക്ക് നമ്മുടെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാൻ എന്താ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു ഈ കമല. അത് കേട്ടപ്പോൾ ബാലൻ കമലയുടെ നേരെ ഒന്ന് നോക്കി. അലിയനെ ആ പണിക്കൊന്നും കിട്ടത്തില്ല എന്ന് കമലയോട് പറഞ്ഞു. സ്വന്തം കുടുംബക്കാരോട് കൂറും നന്ദി ഉണ്ടെങ്കിലേ അറിഞ്ഞ് ചെയ്തേനെ അവള്. ഏതാണ് അവളുടെ സ്വന്തം കുടുംബം? എന്ത് ഇതാണോ അതോ കടപ്പാട്ടൂരാണോ? ശിവേട്ടാ, ഏതാണ് ശിവേട്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശിവൻ നിന്നങ്ങ് ഉരുകുക. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ എന്നും പറഞ്ഞ് ശിവൻ ഒഴിഞ്ഞു മാറുന്നു. ഞാൻ പറയുന്നതേ, നമുക്ക് സാധിക്കുന്ന സകല മാർഗങ്ങളിലൂടെയും ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണെന്ന കാര്യം ഈ ശിവൻ പറയുവാണ്. അലീന വേറൊന്നും ചെയ്യണ്ട, ശരണ്യയുടെ വീട്ടുകാരോട് രഹസ്യമായിട്ട് കാര്യം പറയുക. കോടതിയിൽ പോയാൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. 4-5 ചെറുപ്പക്കാരെ ജയിലിൽ അടച്ച് അവരുടെ ജീവിതം നശിപ്പിക്കാം. അതിലെത്രയോ ഭേദമാണ് കൈ നിറയെ കാശും വാങ്ങി സ്വന്തം കാര്യം നോക്കുന്നേ. ഇതൊക്കെ പറയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം ഒന്നും പറഞ്ഞുകൊണ്ട് കമലയെ നിൽക്കുവാണ്. അവരുടെ ഡിമാൻഡ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാമെന്ന് പറയുമ്പം അത് നിങ്ങളാരെങ്കിലും ശരണ്യയുടെ വീട്ടിൽ പോയി നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോന്ന് ബാലൻ അന്നേരം പറഞ്ഞു. രോഹിയെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് ശിവൻ പറയുമ്പം അതൊന്നും നടപ്പുള്ള കാര്യമല്ല ശിവേട്ട. ഞാൻ എന്തായാലും പോട്ടെ, ഉച്ച കഴിഞ്ഞ് എനിക്ക് സബ് ജയിലിൽ പോകാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. മനു അവനവിടെ പോയതാ, അവൻ മുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് കയറി പോകും. അപ്പോൾ മനു ആണെങ്കിൽ അവിടെ ഫോണും ചെയ്ത് എന്തോ വർക്കിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ കയറുവാങ്കിലേ, എടാ നിന്നെ പിന്നെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനുമായിട്ട് സംസാരിക്കല്ലായിരുന്നോ? തലയിരിക്കുന്നിടത്ത് വാലിനെന്താങ്കളെ കാര്യമെന്ന് മനു അന്നേരം ബാലനോട് ചോദിച്ചു. നീ ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ 2 ആഴ്ചയായി ഞാൻ ഓഫീസിൽ പോയിട്ടേ. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ? ചിരിച്ചു. അങ്കിളെ നമ്മളെല്ലാം ഫേസ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അച്ഛനും കൊച്ചച്ഛനും ഉള്ളത് കൊണ്ട് കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനു അന്നേരം പറഞ്ഞു. എടാ ഞാനും നിന്നെപ്പോലെ തന്നെയാടാ. കുറച്ച് പ്രായക്കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആരും ഇല്ലടാ ഒരാശ്രയത്തിന്. അപ്പോൾ ലീഡ് ചെയ്യാൻ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പിന്നാലെ പോയാൽ മതി. ഞാൻ ഒറ്റയല്ലേ, ഒരഭിപ്രായം പറയാൻ പോലും എനിക്ക് ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീന ഉണ്ടല്ലോ അങ്കിളെ. എടാ അവളൊരു പെങ്കൊച്ചല്ലേടാ, ലിമിറ്റേഷൻസ് ഇല്ലേന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം അവൾ ആ കോളനി പോയ പോക്കിന് അവന്മാരെല്ലാവരും കൂടെ ചേർന്ന് കത്തിച്ച് കളഞ്ഞേനെ. ആയുസിൻ്റെ ബലം കൊണ്ടല്ലേടാ രക്ഷപ്പെട്ടത്. ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ പിന്നെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ വീട്ടിൽ നിന്നല്ലേടാ അലീന പോകുന്നത്. അവിടെയുള്ള മനുഷ്യർ അലീനയെ സംശയത്തോടു കൂടി മാത്രമല്ലേടാ കാണത്തുള്ളൂ. അതങ്ങൾ പറഞ്ഞത് ശരിയാ. അല്ല, ഇവിടെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടു, അലീനെ മീഡിയേറ്റർ ആക്കി അവർക്ക് വേണ്ടി സംസാരിപ്പിച്ചാലോ എന്നൊക്കെ. എടാ ഈ പറയുന്ന നിൻ്റെ അച്ഛനൊന്നും ആത്മാഭിമാനത്തിൻ്റെ വില അറിയത്തില്ലടാ, അതുകൊണ്ട് അവരങ്ങനെ പറയുന്നത്. അപ്പം ഞാനത് അവരോട് പറഞ്ഞങ്ങളെന്ന് മനുവും പറഞ്ഞു. എന്തായാലും മൂക്കോളം മുങ്ങി, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുവെച്ച് വിചാരിച്ചൊക്കെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെ അങ്കിളെ, രോഹിയുടെ ലൈഫ് പോയില്ലേ. ഹരി എന്നെ നന്നാകാൻ ഒരു കാലത്തും സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ രോഹി അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് മനു പറയാം. അവനെ ചീത്തയാക്കി കളഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് മനുവിനോട് ബാലൻ ഇങ്ങനെ പറയുക. പിന്നെ എടാ, ഞാനൊന്ന് ഉച്ച കഴിഞ്ഞ് രോഹിയെ കാണാൻ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കട്ടെ, ഞാൻ വർക്ക് തീരുകയാണെങ്കിൽ വരാം. അപ്പോയിൻമെൻറ്റ് കിട്ടിയായിരുന്നോ എന്ന് ചോദിച്ചു. ഇന്നലെ ഗോവർദ്ധനെ കൊണ്ട് അനുവാദം ചോദിപ്പിച്ചായിരുന്നു. അപ്പം ഞാനും വരാം അങ്കിളേന്ന് പറഞ്ഞു. അങ്കിളെന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട. ഒറ്റയ്ക്കല്ലടാ, അലീനയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവൾക്കും എൻ്റെ എവിടെ പോകാനും ഒരു മടിയില്ലല്ലോ അല്ലേ. ജയിലെങ്കിൽ ജയില്, കോടതിയെങ്കിൽ കോടതി. അത് വേറൊരു മൈൻഡ് സെറ്റാടാ എന്നിങ്ങനെ ബാലൻ അന്നേരം പറയാം. അവൾ വലിയ നേട്ടങ്ങളൊന്നും സ്വപ്നം കാണുന്നൊരു പെങ്കൊച്ചല്ല, നഷ്ടപ്പെടാൻ വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടുമില്ല. ആകെ കയ്യിലുള്ളത് കുറച്ച് കരുണയും സ്നേഹവും മാത്രമാണെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. അതാർക്കും മോഷ്ടിക്കാനിട്ട് പറ്റത്തും ഇല്ല എന്നും പറഞ്ഞു. അതങ്ങൾ പറഞ്ഞത് ശരിയാ.
എന്നാലും ആ കോളനിയിലേക്കുള്ള പോക്കേ അത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്നും മനു ഇങ്ങനെ ബാലനോട് പറഞ്ഞു. ഞാനത് അവളോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ബാലനൊരു ചിരി. എന്നിട്ടും അവൾക്കൊരു ഭയം ഇല്ലല്ലോടാ, അതങ്ങനെ ഒരു ജന്മം. എന്തായാലും നീ റെഡി ആവുക എന്നും പറഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വരാം കാറിൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പം വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോകണു. ബാലൻ വണ്ടിയിൽ കയറി. ബാലൻ അവിടെ നിന്ന് പോയി. മനു ബാലൻ പോകുന്നത് വരെ നോക്കി അവിടെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും കേട്ടോ. അപ്പോൾ വീട് ഏതാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലം ഇത്ര ദൂരം ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയിൽ കുറച്ച് പേര് വന്നു. അപ്പോൾ അവിടുത്തെ പിള്ളേർ സെറ്റൊക്കെ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ ആരാ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണെന്നൊക്കെ പറഞ്ഞ് ആദ്യ ജീവിതയുടെ വീട് ഇതൊക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പാർട്ടിക്കാരാണെന്ന് ചോദിച്ചപ്പം അല്ല. അപ്പോൾ സമുദായക്കാരാ എന്താണെന്ന് ചോദിച്ചു. അല്ല എല്ലാ കൂട്ടരും വന്നു പോയല്ലോ, നിങ്ങളെന്താ ഇത്ര താമസിച്ചേ? കമ്മിറ്റി കൂടി തീരുമാനം എടുത്തിട്ട് വരിക. ഞങ്ങളൊരു തീരുമാനം എടുത്താൽ അത് എടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ വന്ന് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ആങ്ങളമാരും ഇറങ്ങി വന്നു ശരണ്യയുടെ. അപ്പോൾ ഞങ്ങൾ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഇവരുടെ സമുദായത്തിൻ്റെ ചെയർമാന്മാരാണെന്നുള്ള കാര്യമൊക്കെ പറയൂ കേട്ടോ. പത്രത്തിൽ എൻ്റെ ഫോട്ടോയും പ്രസ്താവനകളൊക്കെ വരാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ കൂടെയുണ്ട്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഞങ്ങൾ കാണുന്നതെന്നൊക്കെ ആ സാറുമാർ പറയുവാണ്. നമ്മുടെ സമുദായത്തിന് നേരെയുള്ള സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമായിട്ട് വേണം ഇതിനെ കാണാനെന്നും അർഹിക്കുന്ന ഗൗരവത്തോടെ ഇതിന് പ്രതിവിധി കണ്ടെത്തിയേ പറ്റുമെന്നൊക്കെ ഇവരിങ്ങനെ അച്ഛനോട് പറയുന്നു. ഇനി നമ്മുടെ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകരുതെന്നൊക്കെ പറയുമ്പോഴും ആ അച്ഛനിങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക. ശക്തമായൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിൻ്റെ അനാസ്ഥയ്ക്കെതിരെയും ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയതയ്ക്കെതിരെയും നീങ്ങാനുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗുകൾ. അങ്ങനെ ആ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നൊക്കെ പറയാം. അപ്പം നിങ്ങളോടുള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് അറിയിക്കേണ്ട, അതിന് വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മുറിയിൽ കിടക്കുക, നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. അന്നേരം ആങ്ങളക്കൊച്ച് വരുന്നവരും പോകുന്നവരെല്ലാം കയറി കാണുവാണല്ലോ അതിന്. അപ്പോൾ ചെന്നു, ലൈറ്റ് ഇട്ടു. അപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്ന പേടിയും പരിഭ്രമമൊന്നും ശരണ്യെ കാണിക്കുന്നില്ല. ആ സമയത്ത് അച്ഛൻ ചെന്ന് മോളെ വിളിച്ചു. അപ്പോഴത്തേക്കും മോള് പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ ആ സാറുമാർ വന്ന് ഇങ്ങനെ അതിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു. ഈ സമയത്ത് അച്ഛനാണെങ്കിലും മോളെ ഇങ്ങനെ മുറുക്ക പിടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പം സാറേ അങ്ങോട്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെയൊക്കെ ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ മോളോട് എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല, തളരാൻ പാടില്ല, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനോട് ഇങ്ങനെ അവർ വന്നിരുന്നു പറയുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നു. കൊച്ചിനാണെങ്കിൽ പേടിയാവുകയാണേ, കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയായിരുന്നു. അടുത്ത ആഴ്ച മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യോട് വന്നിരുന്ന് പറയാം. സാറേ ഇതൊക്കെ തന്നെ എല്ലാവരും വന്ന് പറയുന്നതെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പം ഇതങ്ങനെയല്ല, ഞങ്ങൾ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഈ സാറുമാർ പറയും. എപ്പോഴും ശരണ്യ ഇങ്ങനെ തല തിരിച്ചിരിക്കും, ഇവർക്ക് മുഖം കൊടുക്കാതെ. കുട്ടിയൊന്നും മിണ്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം എന്നാൽ പിന്നെ ശോഭനയോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം നേരം കൊച്ചേ നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു എന്നൊക്കെ ആ ചേച്ചി ശരണ്യയോട് ചോദിക്കുക. അപ്പോൾ ശരണ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടി. നിന്നോട് ഈ കൊലച്ചതി ചെയ്തവരെ വെറുതെ വിടരുതെന്നൊക്കെ പറഞ്ഞാൽ ആ ചേച്ചി ശരണ്യയോട് പറയണേ, ഇത് നമ്മുടെ സമുദായത്തിന് ഒരു അപമാനമായിട്ടാണ് ഞങ്ങളിതിനെ കണക്കിലെടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരണ്യ അവിടെ ഇരുന്ന് കരയുവാണ് ഇവരുടെ വർത്തമാനമൊക്കെ കേട്ട്. അപ്പോൾ അവർ എത്ര പേരുണ്ട് മൃഗങ്ങൾ എന്നൊക്കെ ആ കൊച്ചിനോട് ചോദിക്കുന്നു. അങ്ങനെ ഓരോന്നും ചോദിക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും, നിയമസഹായം ആവശ്യം വന്നാൽ അതും ഞങ്ങൾ ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയാം കേട്ടോ. പ്രോസിക്യൂഷൻ വക്കീലെ ഇപ്പോൾ വാദിക്കാനുണ്ട്, അത് പോരാന്ന് തോന്നിയാൽ നമുക്കൊരു വക്കീലിനെ വരെ വെക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി പറയുവാണ്. ഇതിനിരിക്കെ വേറൊരു കാര്യം പറയാനുണ്ട്. എതിർ കക്ഷികൾ നിങ്ങളെ പല വിധത്തിൽ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുമെന്നും പണം തരാമെന്ന് പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും മറ്റു മാർഗങ്ങളിലൂടെയെല്ലാം അതിനൊന്നും വഴങ്ങി കൊടുത്തേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. ഒരു പ്രലോഭനത്തിൽ നിങ്ങൾ അടിപ്പെടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ശരണ്യോട് പറയുകയാണ്. അപ്പോൾ ശരണ്യ ഒന്നും മിണ്ടാതെ അങ്ങനെ അങ്ങ് കിടന്നു. സോഷ്യൽ മീഡിയ വഴി പത്രപരസ്യം വഴിയുമൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഇയാൾ ഇവരോട് പറയുന്നു. ടി വിയിലും പരസ്യം ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ കൊച്ചിനെ വെച്ച് ഇവർ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ക്യാഷ് ഒരു നിശ്ചിത തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിരും, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൂടി തരണമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങ് പോയിട്ടോ. ശരണ്യ അന്നേരം വിഷമിച്ച് അവിടെ ഇങ്ങനെ കിടക്കുവാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ യാത്രയാക്കാൻ അച്ഛനും അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.